എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ തേങ്ങാപ്പാലിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. കുഞ്ഞു മക്കൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതുള്ള സോപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 90 ഗ്രാമിൻ്റെ 2 സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 189 ഗ്രാം ഗ്ലിസറിൻ്റെ സോപ്പ് പേസ്റ്റ് നമ്മളിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ ഒരു 3-4 ഗ്രാം കൂടുതൽ എടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ സോപ്പിൻ്റെ ബേസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു സോപ്പിലോട്ട് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒരു സോപ്പും കൂടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചിരണ്ടി വെച്ചേക്കണതാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ അടിച്ച് അതിൻ്റെ പാലെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2 സോപ്പിന് വേണ്ടിയിട്ടുള്ളത് പാൽ ഞാനിവിടെ മെഷർ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 വൈറ്റമിൻ ക്യാപ്സ്യൂളും കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് ഷിയ ബട്ടറിൻ്റെ സോപ്പിൻ്റെ ബേസിൽ ചെയ്യാവുന്നതാണ്. ചെറിയ മക്കൾക്ക് കുറച്ചുകൂടി നല്ലത് നമ്മുടെ ഷിയ ബട്ടറിൻ്റെ ബേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് വെജിറ്റബിൾ ഗ്ലിസറിനും ഒരു 3-4 തുള്ളി റോസ് വാട്ടറും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് പറയുന്നത് തേനാണ്. വളരെ കുറച്ച് തേനും കൂടി ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിതിലേക്ക് ആൽമണ്ട് ഓയിലും കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ആൽമണ്ട് ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ, നമുക്ക് ചേർക്കാവുന്നതാണ്. അത് നന്നായിട്ട് ആ ഒരു തേങ്ങാപ്പാലും ഗ്ലിസറിനും റോസ് വാട്ടർ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരമാണ് നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് അങ്ങനെ നമ്മൾ സോപ്പിൻ്റെ ബേസെല്ലാം ഇവിടെ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാലും ഗ്ലിസറിനും റോസ് വാട്ടറും വൈറ്റമിൻ ക്യാപ്സൂളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സുകളും കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 10 ml അടുത്താണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഒഴിച്ചേക്കുന്ന ജ്യൂസ് ടോട്ടൽ ചേർത്തേക്കുന്ന ഓയിൽ എല്ലാം കൂടെ കൂടിയിട്ട് 10 ml ആണ്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് സ്മെല്ല് ചേർക്കുന്നുണ്ട്. ഡൗവിൻ്റെ സ്മെല്ലാണ് ചേർത്തിരിക്കുന്നത്. സ്മെല്ലൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. സ്മെല്ലിപ്പോൾ ചിലർക്ക് നല്ല രീതിയിൽ വേണം, ചിലർക്ക് സ്മെല്ല് വേണ്ട, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ മക്കൾക്കൊക്കെ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ സ്മെല്ല് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഷിയ ബട്ടറിൻ്റെ ബേസിൽ ഈ സെയിം രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന 2 സോപ്പുകളാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സ്കിൻ നല്ല ഗ്ലോ ആവാനും നല്ല മോയ്സ്ചർ ആവാനും അതുപോലെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പറ്റിയ നല്ലൊരു സോപ്പാണ് കേട്ടോ നമ്മുടെ ഒരു തേങ്ങാപ്പാലിൻ്റെ സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ മുകളിൽ വരുന്ന പത, സോപ്പിൻ്റെ മുകളിൽ വരുന്ന പത എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമുക്കിതുപോലെ വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ എന്നുള്ള സ്പ്രേ കിട്ടും, അത് വെച്ച് സ്പ്രേ ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിന് ഒരു 3 മണിക്കൂറിന് ശേഷം കാണിച്ചു തരാട്ടെ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഒരു സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ റിമൂവ് ചെയ്തെടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ സോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ ഒരു സോപ്പിന്. പിന്നെ ഷിയ ബട്ടർ ചെയ്യുന്ന സോപ്പിന് പത ഉണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഷിയ ബട്ടറിൽ സോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്ലിസറിൻ ബേസിൽ ചെയ്യുന്ന സോപ്പിൻ്റെ അത്രയും പതയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ ഷിയ ബട്ടർ ചെയ്ത സോപ്പും ഗ്ലിസറിൻ ബേസിൽ ചെയ്ത സോപ്പും ഇവിടെ നമ്മൾ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ സോപ്പൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. സ്പീഡ് പോസ്റ്റ് വേണമെങ്കിൽ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടും അല്ലെങ്കിൽ DTDC വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അങ്ങനത്തെ നമ്മൾ ക്ലിങ് ഫിലിം എല്ലാം വെച്ച് സോപ്പൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മക്കൾക്കൊക്കെ ഈ ഒരു ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അത് ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.